विष्णो रक्षतु मां चराचरगुरु कृष्णं नमस्ये सदा कृष्णेनैव सुरक्षितोऽहमसकृत् कृष्णाय दत्तं मना कृष्णादेवो समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं कृष्णे भक्ति अजञ्जलास्तु भगवन् हे कृष्ण तुभ्यं नमः कृष्णे भक्ति अजञ्जलास्तु भगवन् हे कृष्ण तुभ्यं नमः हरे कृष्ण നമസ്തേ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചൊരക്ക ബോട്ടിൽ ഗാർഡ് ഒരു പായസമാണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. PMC മലയാളം മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാവർക്കും സുപ്രിയാജിക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചെയ്യാൻ പോകുന്ന ചൊരക്ക പായസം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എല്ലാവരും വരൂ. ആദ്യം സ്റ്റൗ കത്തിക്കുക. ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കറിവിനുള്ളത്. കൊപ്പരത്തേങ്ങ, കൊപ്പരത്തേങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഇടാം. ഒരു വ്യത്യാസമായിട്ട് പച്ചക്കറി കൊണ്ടുള്ള ഒരു പ്രഥമൻ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാനുള്ള ഒരു തോന്നലാണ് ഉണ്ടായത്. ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ചുരക്കാൻ ഇവിടെ തമിഴ്നാട്ടിൽ പറയും ബോട്ടിൽ ഗാർഡ്. അതാണ് അത് നല്ല തോല് ചീവിയിട്ട് നല്ലോണം ചീവിയിട്ട് പേപ്പറിൽ ചീവി എടുത്തതുണ്ട്. മുന്തിരിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഇതെല്ലാം കുറച്ചൊരു റെഡിഷ് ആവുന്നവരേക്കും അപ്പം നന്നായിട്ടുണ്ടാവും. അതിൽ കുറച്ച് എടുത്ത് വെക്കാം. ഇത് കുറച്ച് കോരി വെച്ചിട്ട് അതിൽ ഈ ചുരക്ക ഇടുക, ചീവി വെച്ചത്. എപ്പോഴും പഴപ്രധാൻ പാലട, അടപ്പായസം, പരിപ്പ് പായസമൊക്കെ നമ്മൾ കഴിക്കുന്നത്. ഇതൊരു കുറച്ച് വ്യത്യാസമായിട്ടുണ്ടാവട്ടെ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം വതുക്കിയെടുത്ത് വഴറ്റണം. ഒരു 10 മിനിറ്റോളം ഇത് വഴച്ചെടുക്കേണ്ടി വരും. അപ്പോഴേ അതിൽ വേവുള്ളൂ. അതിൻ്റെ പച്ച ടേസ്റ്റ് പോകുന്നവരേക്കും വഴച്ചെടുക്കണം. കുറച്ച് ടേസ്റ്റിന് കുറച്ച് ഉപ്പിടാം. ഈ പച്ച ചോയ പോകുന്നത് വരേക്കും കുറച്ച് വഴറ്റിക്കൊണ്ടിരിക്കണം. ചൊരക്ക ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. എംപ്റ്റി സ്റ്റൊമക്കിൽ കൊടുത്താൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യും, BP കൺട്രോൾ ചെയ്യും, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യും. ചൊരക്ക ജ്യൂസ് ഹിന്ദിയിലൊക്കെ പറയുക ലൗകിക ജ്യൂസ് എന്ന് പറയും. അതത്രയും നല്ലതാണ് ശരീരത്തിന്. നിറയെ വിറ്റമിൻസ് ഉണ്ട് ഇതിൽ. നിറയെ വിറ്റമിൻസ് ഉള്ളത് കൊണ്ട് അടിക്കടി യൂസ് ചെയ്യാം. പ്രഷർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ചൊരക്ക ജ്യൂസ് കൊണ്ട് വളരെ ബെനിഫിറ്റുകളുണ്ട്. ചൊരക്ക, കയപ്പക്ക, വെള്ളരിക്ക എല്ലാം ചതച്ച് എല്ലാം കൂടി ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറയുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ അതിന് കൂടെ നല്ലതാണ് ചൊരക്ക. ചൊരക്കയിൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതുകൊണ്ട് ചൊരക്ക അത്രയും നല്ലതാണ്. നല്ല വഴറ്റിന് ശേഷം തേങ്ങയുടെ 2ാം പാലെടുത്ത് ഒഴിക്കുക. ആദ്യത്തെ പാലെടുത്തിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് 2ാം പാൽ ഒഴിച്ച് നല്ലോണം വഴറ്റണം. കുറച്ച് പച്ച ടേസ്റ്റെല്ലാം പോകും. പച്ച നിറം പോയി പച്ച ടേസ്റ്റെല്ലാം പോയിട്ട് കുറച്ച് നല്ല വെന്തെടുക്കുന്നതിന് ശേഷം കുറച്ച് നല്ല വെന്ത പോലെ ഉണ്ടാവും. ചെറിയ ചീവുന്ന സ്കാപ്പർ വന്ന് ചെറുതിൽ കൂടെ ഞാൻ കുറച്ച് വലുതിനാണ് എടുത്തത്. അത് കുറച്ച് പൊടിയായിട്ട് നല്ല പൊടിയായിട്ട് വരുന്നത് കൂടെ ചീവി എടുക്കാം. പിന്നെ അതുള്ളത് കുറച്ച് കടിക്കുന്ന മാതിരി ഉണ്ടായി കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ എടുത്തത്. അതെങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. നമ്മളെല്ലാം പരീക്ഷിച്ച് നോക്കുകയല്ലേ. അതുകൊണ്ട് ചൊരക്കയിൽ നിറയെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. പണ്ട് ഞാനൊക്കെ ഇതിൽ
ഹരിദ്വാർ ബാബ രാംദേവിൻ്റെ യോഗ ക്യാമ്പിന് പോയപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത് ചുരക്ക കൂട്ടുണ്ടാക്കും, ചുരക്ക കൊണ്ട് പച്ചടി, ചുരക്ക ഉപ്പേരി, ചുരക്ക പായസം. ഞാൻ നിറയെ ട്രൈ ചെയ്യാറുണ്ട്. ചുരക്ക തൈരൊക്കെ ഒഴിച്ചിട്ട് ചുരക്ക പച്ചടി ഉണ്ടാക്കും. ചുരക്ക കൊണ്ട് ചുരക്കാൻ തമിഴിൽ പറയും, മലയാളത്തിൽ ചിരങ്ങാന്ന് പറയും തോന്നുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നത് എവിടെയാണ് കിട്ടുകയാണ്. അധികം വിലയൊന്നും ഇല്ലാത്ത സാധനമാണ് കേട്ടോ, അത്രയും നല്ലതാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അത് 2-3 ടൈപ്പ് ഉണ്ട്. കുറച്ച് നീളത്തിലുണ്ടാവും, കുറച്ച് അടിയിൽ ബോട്ടിൽ മാതിരി ബോട്ടിൽ ഷേപ്പിലുണ്ടാവും. കുറച്ച് 2-ാം പാൽ വന്നതിന് ശേഷം ഇത് വെള്ളപ്പാക് ഒഴിക്കുക. എല്ലാ ടേസ്റ്റിന് അവരവരുടെ ടേസ്റ്റ് നോക്കാം, എത്ര ഉണ്ടെന്ന് ക്വാണ്ടിറ്റി അനുസരിച്ച് അതിലുള്ള പാക് ചേർത്താൽ മതി. വെള്ളപ്പാകാക്കി വെച്ചിട്ടുണ്ട്. ചുരക്കയിൽ നല്ല നാരസത്തുള്ളതാണിത്. ഇത് ചീവി എടുക്കുന്നതോടെ മിക്സിയിലിട്ട് അടിച്ചാൽ ഇന്നും കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാകും, നല്ല പ്രഥമം അതിലുണ്ടാകും. ഇത് കുറച്ച് കടിക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ചീവി എടുത്തത്, കുറച്ച് കടിച്ചത്. പായസത്തിന് എടുക്കുന്നത് ഇന്നും കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല പാകം വന്നിട്ട് കുറച്ച് വെള്ളം കുറച്ചിട്ട് പാകം കുറുക്കിയെടുത്താൽ കുറച്ച് വേഗം ആവും. നല്ല ഇതിൻ്റെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഒന്നാം പാലൊഴിച്ച് ആലോചിച്ചു മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ എന്നും സോഫ്റ്റായിട്ട് കുറച്ച് വേഗം വെച്ച് ചെയ്യാം. ഹെൽത്തി പായസം. മധുരം കുറച്ച് കുറവാണ് ഞാൻ ഇട്ടത്. ഇന്നും വെള്ളപ്പാകിട്ട് കൂടുതലിടാം. ഷുഗർ കംപ്ലീറ്റ് ഡയബറ്റീസ് ഉള്ളവരൊക്കെ കുറച്ച് മധുരം കുറച്ച് പായസം കുടിക്കണമെന്ന് ആശയുണ്ടാവും. പച്ചക്കറികൾ കൊണ്ടുള്ള പായസമല്ലേ, അതുകൊണ്ട് അവർ ധാരാളമായിട്ട് കുടിക്കാമെന്നാണ് എനിക്കറിയുന്നത്. കുറച്ചല്ലേ മധുരം, കുറച്ച് അധികമൊന്നും ഇല്ലല്ലോ. ഏലക്കപ്പൊടിയിട്ട് എടുത്ത് വെച്ചത് ഇതൊക്കെ എടുത്ത് ഓക്കെ. ഏലക്ക പൊടിച്ചിട്ട് പാലിൽ 1-ാം പാലിൽ ഏലക്ക പൊടിച്ചിട്ടാണ് ഇട്ടത്. ഓക്കെ, ചുരക്ക പായസം, ബോട്ടിൽ ഗാർഡ് പായസം റെഡി. എല്ലാവർക്കും ഓണാശംസകൾ. ചുരക്ക പായസം റെഡി, ഭഗവാൻ നേദിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഓണാശംസകൾ. നല്ല ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു പായസം ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്യുക. പച്ചക്കറി കൊണ്ടുള്ളതാണ്, അതായത് ചുരക്ക ബോട്ടിൽ ഗാർഡ് കൊണ്ടുള്ള പായസം ഹെൽത്തി ആയിട്ടുണ്ടാവും. മധുരമൊക്കെ കുറച്ച് വേണം, അവരവർക്ക് വേണ്ടുന്ന പോലെ ഇഷ്ടത്തിന് മധുരമൊക്കെ ചേർക്കാം. നന്നായിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഓണാശംസ. ഹാപ്പി ഓണം. തിരുവോണപ്പോലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഉത്രാടപ്പൂക്കുന്നിന്നുറ്റ
തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓണവില്ലടിപ്പാട്ടിന്നോ പോരം കിലുങ്ങുന്നു പൂവിളിത്തേരുകൾ പാഞ്ഞിടുന്നു 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 തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ